അൽനൂർ ഐലൻഡിന്റെ മനോഹരമായ കാഴ്ചയിലൂടെ നടക്കുകയാണ്. നമ്മൾ കണ്ട ആർട്ട് വർക്കിന്റെ മുകൾ ഭാഗം ഇവിടെ നിന്ന് കാണാം. ധാരാളം ലൈറ്റിംഗ് ഡിസ്പ്ലേയും ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ബ്യൂട്ടിഫുൾ ചെയറുകളും ഇവിടെ ഉണ്ട്. ഗൈസ്, ഇവിടെ എത്തിയപ്പോൾ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ഒടുവിൽ ഇടത്തോട്ട് പോവാൻ തീരുമാനിച്ചു. ഇവിടെ ഇങ്ങനെ പച്ചപ്പൊന്നുമില്ലാത്ത മണ്ണ് നിറഞ്ഞൊരു സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ എൻട്രി ചെയ്തപ്പോൾ തന്നെ കണ്ട അൽനൂർ കഫേയുടെ ബാക്ക് സൈഡാണ്. വളരെ മനോഹരമായ ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി എൻ്റെയും അപ്പുവിൻ്റെയും കുറച്ച് കോപ്രായങ്ങൾ. കഫേയുടെ മുൻഭാഗത്ത് ഇങ്ങനെ കുറേ ചെയറുകളുണ്ട്. ആളുകൾക്ക് ഇവിടെ ഇരുന്ന് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാവുന്നതാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കംപ്ലീറ്റ് ആയെന്ന്. ഇല്ല ഗൈസ്, ഈ ഐലൻഡിന്റെ ഒരു പോർഷൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ നെക്സ്റ്റ് ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. വളരെ മനോഹരമാണ് അതിൻ്റെ പുറംകാഴ്ച. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മനോഹരമായ മറ്റൊരു ആർട്ട് വർക്കാണ്. ഇത് ഡേവിഡ് ഹാർബറിൻ്റെ ടോറസ് ശില്പമാണ്. ഇതൊരു എലിപ്റ്റിക്കൽ പോർട്ടലാണ്. ഇതിന് കണ്ണുകളെ മിസ്ലീഡ് ചെയ്യാനും മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും കഴിയും.
അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള മറ്റൊരു ആർട്ട് വർക്കിന്റെ അടുത്തെത്തി. ഇതിന്റെ ഉൾഭാഗത്ത് ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ വളരെ മനോഹരമായിരിക്കും ഇത് കാണാൻ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലുള്ള ബഗ്ഗികളിൽ കയറി ഇവിടം ആസ്വദിക്കാം. ഗൈസ്, ഇതെല്ലാം കള്ളിമുൾച്ചെടികളാണ്. പലതരത്തിലുള്ള മുൾച്ചെടികളുണ്ട്. മരുഭൂമിയിൽ കണ്ടുവരുന്ന ഇവയും ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. ഇതിനിടയിലും ധാരാളം ലൈറ്റിംഗ് ഡിസ്പ്ലേകൾ നമുക്ക് കാണാൻ കഴിയും. നേരം ഇരുട്ടി തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞങ്ങൾ ഐലൻഡിൽ നിന്നും പുറത്തേക്ക് കിടക്കുകയാണ്. ഗൈസ്, നേരം നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. ആ കാണുന്നത് ഒരു മോസ്കാണ്, അൽനൂർ മോസ്ക്. ഇവിടുത്തെ നിയമം അനുസരിച്ച് മറ്റുള്ളവരുടെ കൺസെന്റ് ഇല്ലാതെ അവരെ ക്യാമറയിൽ പകർത്താൻ പാടില്ലെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ നിന്നും പുറത്തെത്തി. അവിടുന്ന് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. ഒരു സബ്വേ ഇറങ്ങി വേണം പോവാൻ. ഇടയ്ക്ക് കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കാനായി ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി.